എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അതായത് സംസ്ഥാനത്ത് മെയ് മാസത്തെ പെൻഷൻ വിതരണ നടപടികളുമായി ബന്ധപ്പെട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അന്വേഷിച്ചതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഫോൺ കോൾ ഒന്ന് കേൾക്കുക. ഹലോ, സേവന പെൻഷൻ ഓഫീസാണ്, പറയും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ എന്നാ കിട്ടാറിയോ? അതിന്റെ ഓർഡർ ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടില്ല. ഗവൺമെന്റ് ഓർഡർ ഇറക്കിയതിന് ശേഷമാണ് അതേപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുമോ? അതോ നിർത്തിയെന്നൊക്കെ ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നിർത്തിയ പോലെയാണ്. ഇനി പുതിയ സർക്കാരിന്റെ ഓർഡറിനനുസരിച്ചായിരിക്കും അല്ലെ? എന്തിന്റെ ആണേലും ഓർഡർ ഗവൺമെന്റിൽ നിന്ന് ഇറക്കുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഫണ്ട് കൊടുക്കുക. അതെ. അപ്പൊ പുതിയ സർക്കാർ അധികാരത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാം സാധ്യത. എനിക്ക് പറയാനുള്ള വോയിസ് ഇല്ല. എന്നാലും അങ്ങനെ ഒരു ഊഹം വെച്ച് പറഞ്ഞു. എനിക്ക് അതിനുള്ള അധികാരമില്ല. അപ്പൊ സേവന പെൻഷൻ വിഭാഗത്തിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഓർഡറുകൾ അവർക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഓർഡർ കിട്ടിയാൽ മാത്രമേ പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകൂ. അത് ഏത് പെൻഷൻ ആയാലും, സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയാലും ക്ഷേമ പെൻഷൻ ആയാലും അത് അങ്ങനെ തന്നെ ഉണ്ടാകൂ. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ മാർച്ച് മാസത്തിൽ തന്നെ കഴിഞ്ഞ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് അത് വിതരണം ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടാകും. ചീഫ് സെക്രട്ടറിക്കോ മറ്റോ അത് വിതരണം ചെയ്യാനുള്ള അധികാരം ഉണ്ടായേക്കാം. പക്ഷേ പുതിയ സർക്കാർ തിങ്കളാഴ്ച അധികാരമേൽക്കുകയാണ്. അതിനുശേഷം തന്നെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാരാണ് ഫണ്ട് അനുവദിക്കേണ്ടത്. നേരത്തെ ഉത്തരവ് വന്നതാണ് എങ്കിലും പുതിയ സർക്കാർ ആ ഒരു ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ പതിവ് പോലെ 25-ാം തീയതി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18-ാം തീയതി തിങ്കളാഴ്ചയാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ശേഷം നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 25-ാം തീയതി നമുക്ക് കാത്തിരുന്നാൽ മതി. അതിനു മുമ്പ് ലഭിക്കില്ല. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസം ലഭിക്കില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. കഴിഞ്ഞ മാസം അത് ലഭിക്കാത്തത് കൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരാണ് അത് കൊണ്ടുവന്നത്, നിർത്തിയതും ആ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനാകൂ. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതും ഉടനെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നിരന്തരം ബന്ധപ്പെടും. എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.